വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ഇന്നൊരു മാലയുടെ വീഡിയോ തന്നെയാണ് കേട്ടോ. ഓർണമെന്റ്സിൻ്റെ അകത്ത് എപ്പോഴും ഒക്കെ നമുക്ക് മാറി മാറിയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റം. എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഇടരുത്, നമുക്ക് മാറിയൊക്കെ ഉപയോഗിക്കാൻ. ശരിക്കും ഗോൾഡിൽ വരുന്ന പോലെ തന്നെ ഇന്ന് കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സാരിയുടെ കൂടെയും പറ്റും, ചുരിദാറിൻ്റെ കൂടെയും പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. പിന്നെ ഈ ഒരു ഐറ്റം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ, നല്ല ഭംഗിയുള്ളതാണ്. അതുകൊണ്ട് ഒറ്റ ഐറ്റം മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വരുന്നത് വൈറ്റ് ഗോൾഡും ഗോൾഡൂടെ ലെയർ ആയിട്ട് വരുന്ന ഐറ്റം. 3 ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ താഴത്തെ പോർഷനിൽ 3 ലെയേഴ്സ് ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇതുണ്ടല്ലേ, 3 അല്ല കേട്ടോ, 4 ലെയർ ഉണ്ട്. ഞാൻ 3 വിചാരിച്ച്. 2 ഗോൾഡൻ ലെയറും ഉണ്ട്, 2 വൈറ്റ് ഗോൾഡൻ ലെയറും ഉണ്ട്. പിന്നെ വരുന്നത് പേളിന്റെ ഡിസൈൻ ആണ്. ഒറിജിനൽ പേൾ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നല്ല പേൾ യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. പിന്നെ മേലോട്ട് വരുമ്പോൾ 2 ലെയറിലായിട്ടുള്ള ഡിസൈനാണ് മേലോട്ട് പോകുന്നത് കേട്ടോ. ഇത് ഏകദേശം ഒരു 6 പിടിയോളം ഒക്കെയാണ് ഇതിന്റെ ഏകദേശം ലെങ്ത് വരുന്നത്. നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിടണമെങ്കിൽ ഇടാം. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, സിമ്പിളായിട്ട് സാരിയുടെ കൂടെയും പറ്റും. നമുക്ക് ഫുള്ളായിട്ട് ചിക്കൻ വർക്കിന്റെ ഒക്കെ ക്രീം സാരിയുടെ കൂടെ അടിപൊളിയാണ്. അല്ലാതെ ചുരിദാറിന്റെ കൂടെയും പറ്റും കേട്ടോ. ഇത് നമുക്ക് സിമ്പിൾ ടസറിന്റെ കൂടെയോ അല്ലാതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം എന്ന് പറയാം. നമുക്കിത് യൂസ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെക്കുമ്പോൾ ഒരു ടൗലിലും എല്ലാം പൊതിഞ്ഞോ അല്ലെങ്കിൽ ഒരു ബോക്സിലിട്ടോ വെച്ചാൽ മതി. ഒരയാതിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡെയിലി ഇടാൻ നമ്മൾ പറയത്തില്ല, കാരണം ഫാൻസി ഐറ്റം അല്ലേ. ഇതെല്ലാം ആ ഒരു കളർ ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റം അല്ലേ. ഗോൾഡ് അല്ലാത്തടത്തോളം ഏതാണെങ്കിലും ഡെയിലി ഉപയോഗിക്കാൻ നമ്മൾ പറയത്തില്ല. ഊരി വെച്ച് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ച് ഇതിന് ലാസ്റ്റിങ് കിട്ടും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് റേറ്റ് ആണെങ്കിലും അതിൻ്റെ ഗോൾഡിൻ്റെ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര റീസണബിൾ പ്രൈസ് വരുന്ന ഐറ്റംസ് ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. സിമ്പിൾ ആൻഡ് എലഗന്റ് എന്ന് പറയാവുന്ന ഒരു ഐറ്റം. പിന്നെ നമ്പർ കിട്ടുന്ന രീതിയിൽ തന്നെ സ്ക്രീൻഷോട്ട് അയക്കണം, എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുള്ളൂ. ആ ഒരു നമ്മൾ കൊടുക്കുന്ന നമ്പർ ഇല്ലേ, ആ നമ്പറും വിലയിലൂടെ ചേർത്തിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ. ഇതിൻ്റെ നമ്പർ R297, റേറ്റ് 750 രൂപ മാത്രമേ ഉള്ളൂ. 7 സൈസ്.